നമസ്കാരം. ഒരുപാട് വർഷം പ്രമേഹ രോഗബാധിതരായി ബുദ്ധിമുട്ടുന്ന വ്യക്തികളെ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? എന്നാൽ ഇവരിൽ സാമാന്യം വലിയൊരു ശതമാനം വ്യക്തികൾ ഒരുപാട് ഡോക്ടർമാരെ കണ്ട് ഒരുപാട് ആശുപത്രികൾ കയറിയിറങ്ങി പലതരത്തിലുള്ള ചികിത്സാ വിധികളും പലതരത്തിലുള്ള മരുന്നുകളും പലതരത്തിലുള്ള ഭക്ഷണ പരിപാടികളും, അതായത് ആഹാര ക്രമീകരണ പരിപാടികൾ, ഡയറ്റ് എന്നറിയപ്പെടുന്ന പലതരത്തിലുള്ള ഡയറ്റ്സ്, LCHF, കീറ്റോ, പാലിയോ, അങ്ങനെ പല പല ഡയറ്റ്സും പരീക്ഷിച്ച് വിജയിക്കാതെ ബുദ്ധിമുട്ടുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. ഞാനും എൻ്റെ ദൈനംദിന പ്രാക്ടീസിൻ്റെ ഇടയിൽ അങ്ങനത്തെ ചിലരെയെങ്കിലും കാണാനിട വരാറുണ്ട്. അവരെന്നോട് ചോദിക്കുന്ന വളരെ ലളിതമായൊരു ചോദ്യമാണ്, ഡോക്ടറെ, എന്തുകൊണ്ടാണ് എൻ്റെ പ്രമേഹം ഇത്രയും വർഷങ്ങളായിട്ടും നിയന്ത്രണ വിധേയമാവാത്തത്? ഞാൻ 3-4 ഡോസ് ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഓരോ ദിവസം, 3-4 വ്യത്യസ്ത തരത്തിലുള്ള മരുന്നുകളും കഴിക്കുന്നുണ്ട്, ഞാൻ ദിവസേന വ്യായാമം ചെയ്യുന്നുണ്ട്, ഞാൻ കൃത്യമായ ഒരു ഭക്ഷണ രീതി അവലംബിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ ചിട്ടയോടെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് 6 അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ട് എല്ലാ രാത്രിയിലും, എങ്കിലും എൻ്റെ പ്രമേഹം നിയന്ത്രണ വിധേയമല്ല. എന്തുകൊണ്ട്? ചോദ്യം കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നും. എന്നാൽ ഇതിൻ്റെ ഉത്തരം, ഇതിൻ്റെ മറുപടി അത്രയും ലളിതമല്ല. ഇവിടെയാണ് പ്രമേഹം എന്ന മഹാരോഗത്തിൻ്റെ സങ്കീർണതകളിലേക്ക് നമ്മൾ എത്തിച്ചെന്ന് നോക്കേണ്ടത്. സങ്കീർണതകൾ എന്ന് പറയുമ്പോൾ പ്രമേഹം വളരെ കോംപ്ലക്സ് ഡിസീസാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ കേൾക്കാറുമുണ്ട്, നമ്മളതിനെക്കുറിച്ച് വായിക്കാറുമുണ്ട്. എന്നാൽ എത്രത്തോളം വെല്ലുവിളികൾ ഈ രോഗം ഉയർത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പലതരത്തിലുള്ള രോഗികളുമായി നമ്മൾ സംവദിക്കണം, പലതരത്തിലുള്ള രോഗികളുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കണം, അവർ പങ്കുവയ്ക്കുന്ന വേദനകൾ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. പ്രമേഹം എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നത് വെറും ഒരു ലാബ് റിപ്പോർട്ടായിട്ട് മാത്രമാണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നു, ഒരു ലാബ് റിപ്പോർട്ട് മാത്രമായിട്ട് കാണുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രമേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഇവിടെ രോഗിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതായത് ചികിത്സിക്കപ്പെടുന്ന വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചികിത്സകരായ എന്നെപ്പോലത്തെ വ്യക്തികൾ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നില്ല, ഇതിനെക്കുറിച്ച് സാധാരണക്കാരൻ്റെ മനസ്സിൽ ഒരു ബോധം ഉളവാക്കുന്നില്ല, ഇതിനെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം. അതിനുള്ളൊരു ശ്രമമാണ് ഈ ഡയബറ്റിക് കെയർ ഇന്ത്യ എന്ന ഈ ചാനൽ. ഇതിൻ്റെ ഏകദേശം 170ഓളം എപ്പിസോഡുകളിലൂടെ ഞാനത് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ ചെറിയൊരു രീതിയിലെങ്കിലും വിജയിച്ചെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. ഈ രോഗത്തിൻ്റെ എന്താണ് വെല്ലുവിളികൾ, ഏതൊക്കെയാണ് വെല്ലുവിളികൾ, എന്തുകൊണ്ട് ഈ വെല്ലുവിളികൾ ഉണ്ടാകുന്നു, ഈ വെല്ലുവിളികളെ തരണം ചെയ്യാനും ഈ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാനും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ പ്രഭാഷണം മാത്രമാണ് ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ ഈ വെല്ലുവിളികളെ നമുക്ക് ചികിത്സിക്കപ്പെടുന്ന വ്യക്തിയായ പേഷ്യൻ്റ്, രോഗിയുടെ വശത്തുനിന്നും കാണാം, ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന എന്നെപ്പോലത്തെ ഡോക്ടർമാർ, അതായത് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാഴ്ചപ്പാടിൽ നിന്നും നമുക്കിതിനെ വീക്ഷിക്കാം. ആദ്യം രോഗികളുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് എന്തൊക്കെയാണ് വെല്ലുവിളികൾ? ഒന്ന്, ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അറിവ് കിട്ടാതിരിക്കുക. അപ്പോൾ അൺട്രൂത്ത്സ് ആൻഡ് ഹാഫ് ട്രൂത്ത്സ് എന്ന് പറയും ഇതിന്. അൺട്രൂത്ത് എന്ന് പറയുമ്പോൾ കള്ളങ്ങൾ, അതായത് അസത്യങ്ങൾ. ഹാഫ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ അർദ്ധസത്യങ്ങൾ, പൂർണ്ണ സത്യമല്ല, അർദ്ധസത്യങ്ങൾ മാത്രം. ഞാൻ കണ്ടിട്ട് ഇവ രണ്ടുമാണ് പ്രമേഹത്തിനെക്കുറിച്ച് പലർക്കും ഉള്ളത്, ശരിയല്ലേ? പൊതുജനങ്ങൾ മധ്യേ അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമാണ് പ്രമേഹത്തെക്കുറിച്ച് കൂടുതലുള്ളത്, സത്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഈ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും തമ്മിലും സത്യവും തമ്മിൽ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ. അത് പലപ്പോഴും അസാധ്യമായി വരുന്നു. ചിലർ ഗൂഗിളിനെ ചെന്ന് അന്വേഷിക്കുന്നു, ഗൂഗിളിൽ ചിലവർ അവരെ സുഹൃത്തുക്കളോട് അന്വേഷിക്കുന്നു, ചിലവർ അവരെ പരിചയത്തിലുള്ള ഡോക്ടർമാരോട് അന്വേഷിക്കുന്നു, ചിലർ ഓൾട്ടർനേറ്റീവ് കോംപ്ലിമെൻ്ററി മെഡിസിൻ, അതായത് ആയുർവേദ, ഹോമിയോ എന്നിവ പ്രാക്ടീസ് ചെയ്യുന്നവരോട് സംസാരിക്കുന്നു, ചിലവർ ക്വാക്സിനോട്
ക്വാക്സ് എന്ന് പറയുമ്പോൾ തട്ടിപ്പുകാരാണെന്ന് അറിഞ്ഞിട്ട് ആരും ചോദിക്കില്ല, പക്ഷെ അറിവില്ലായ്മ കാരണം അങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ പലയിടത്തു നിന്നും കിട്ടുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങളായിരിക്കും. ഇവയിൽ ഏതാണ് അസത്യം, ഏതാണ് അർദ്ധസത്യം, ഏതാണ് സത്യം എന്ന് തിരിച്ചറിയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ആരെയും തെറ്റല്ല, അങ്ങനെയാണ് ഏതൊരു സമൂഹവും, ഭൂമിയിലെ ഏത് സമൂഹവും. ഇൻഫാക്റ്റ് ടെക്നോളജിയിലും വിവരത്തിലുമൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് നമ്മളെപ്പോഴും വിശ്വസിച്ചിരിക്കുന്ന അമേരിക്കക്കാരുടെ ഇടയിൽ പോലും ഉണ്ട് ഇതുപോലത്തെ തെറ്റിദ്ധാരണകളും അസത്യങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മുടെ ഒരു കുറവായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല, നമ്മുടെ ഒരു കുറവല്ല, അത് മനുഷ്യ സഹജം മാത്രമേ ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. മനുഷ്യ സഹജമാണ്, ഇറ്റ്സ് ഹൗ വി ആർ, ദാറ്റ്സ് ഹൗ ദ ഹ്യൂമൻ മൈൻഡ് വർക്ക്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ രോഗിയുടെ വശത്തു നിന്നുള്ള എന്താണ് ആദ്യത്തെ വലിയ വെല്ലുവിളി? അതായത് ഇതിൽ ഏതൊക്കെയാണ് അസത്യങ്ങൾ, ഏതൊക്കെ അർദ്ധസത്യങ്ങളും ഏതൊക്കെയാണ് സത്യങ്ങൾ, യഥാർത്ഥ സത്യങ്ങൾ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നു? വിവരത്തിൻ്റെ ബാഹുല്യം. ഇന്നൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു നോളജ് എക്സ്പ്ലോഷനാണ് നമ്മൾ കാണുന്നത്, അല്ല, ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരെയും കയ്യിലുണ്ട് ഒരു സ്മാർട്ട് ഫോൺ. ഒരു സ്മാർട്ട് ഫോണിൽ കുത്തിയാൽ കിട്ടാത്ത തരത്തിലുള്ള യാതൊരു വിവരവും ഇന്ന് ഈ ഭൂമിയിലില്ല. എല്ലാത്തിനെയും കുറിച്ച് എപ്പോഴും എല്ലാവർക്കും എവിടെ വെച്ചും എന്ത് തരത്തിലുള്ള വിവരങ്ങളും ഗൂഗിൾ വഴി നമുക്കിന്ന് കിട്ടും. അത്രയും സോഷ്യലിസ്റ്റിക് ആയിട്ടുണ്ട് അല്ലേ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും അവിടെ പണ്ഡിതനില്ല, പാമരനില്ല, ബ്രാഹ്മണനില്ല, ചണ്ടാളനില്ല, എല്ലാവരും ഒരുപോലെ. ആർക്കും 24 മണിക്കൂറും 7 ദിവസവും 365 ദിവസവും, ഒരു വർഷത്തിൽ 365 ദിവസവും എവിടെ വേണമെങ്കിലും, ഗ്രാമത്തിലോ പട്ടണത്തിലോ എവിടെ വെച്ച്, 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ ചെറ്റക്കൂട്ടിലോ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഇതിനെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം. ലോകത്തിലുള്ള സകല വിവരങ്ങളും. അത് തന്നെയാണ് വലിയൊരു പ്രശ്നവും സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന്. അതായത് ഇവിടെയും ഏതൊക്കെയാണ് ഇതിൽ നിന്ന് പ്രസക്തമായിട്ടുള്ളത്, ഏതൊക്കെയാണ് എൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾക്ക് അനുയോജ്യം എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അത് മരുന്നുകളെക്കുറിച്ചായിരിക്കാം. ഈ പറയുന്ന എഫക്റ്റ്, സൈഡ് ഇഫക്റ്റ്, ചിലവർക്ക് ഈ എഫക്റ്റ് സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ദേ ആർ മോർ ഒബ്സസ്ഡ് അബൌട്ട് ദ സൈഡ് ഇഫക്ട്സ്, നോട്ട് അബൌട്ട് ദ എഫക്ട്സ്. അപ്പോൾ എന്നോട് ആദ്യം ചോദിക്കാറുള്ളത് ഇനി സൈഡ് ഇഫക്റ്റ് വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ അവരോട് മറിച്ച് പറയും, സുഹൃത്തെ ആദ്യം എഫക്റ്റിനെ കുറിച്ച് പറയും. ഈ പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എഗെയിൻ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളും ആണ് സാധാരണ 2 കൈ നീട്ടി എടുക്കുന്നത്, അല്ലേ? ഇപ്പോൾ മൂത്രത്തിൽ പത വരുന്നതിനെ കുറിച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്തായിരുന്നു. മൂത്രത്തിൽ പത വരുന്നതിന് 100,000 കാരണങ്ങളുണ്ടാവാം, പക്ഷെ എല്ലാവരും അതിനെ കിഡ്നി ഫെയിലിയറുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അത് തന്നെ ഇവിടെയും. അപ്പോൾ നമ്മൾ ഈ ഗൂഗിളിൽ ഇൻഫർമേഷൻ എക്സ്പ്ലോഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻ എടുക്കുന്നു, നമ്മുടെ സ്ഥിതിവിശേഷത്തിന് അനുയോജ്യമെന്ന് നമ്മൾ വിശ്വസിച്ചെടുക്കുന്ന ഏതൊക്കെ ഇൻഫർമേഷൻ ചിലപ്പോൾ അപ്രസക്തം തന്നെ ആയിരിക്കാം, എന്നാലും നമ്മൾ വിചാരിക്കും അതാണ് സത്യം എന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. പേഷ്യൻറ്റിൻ്റെ വശത്തുനിന്ന് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ വെല്ലുവിളി, ഇത് വീട്ടുകാരെയും കുടുംബത്തെയും നാട്ടുകാരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു, കിഡ്നിയിലൂടെ കുറച്ച് ആൽബുമിൻ ലീക്ക് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് വീട്ടിൽ പോയിട്ട് എങ്ങനെ പറയും? പ്രശ്നമാണ്. അപ്പോൾ വീട്ടുകാരോട് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല, ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ആശങ്കയായിട്ട് കിടക്കുന്നു, ശരിയല്ലേ? ബിക്കോസ് യു ആർ നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ഫ്രീലി വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇതിൻ്റെ ടെക്നിക്കൽ നോളജ് പലപ്പോഴും സാധാരണക്കാരന് ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ സാങ്കേതികമല്ലാത്ത ഭാഷയിൽ മറ്റുള്ള വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളൊരു ആശങ്ക അവിടെ കിടക്കുന്നു. അത് പലർക്കും ഫലപ്രദമായി ചെയ്യാൻ സാധിക്കാറില്ല. അതൊരു വലിയ വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഞാൻ പേഷ്യൻറ്റിനോടൊരു കാര്യം പറയും, പേഷ്യൻ്റ് വീട്ടിൽ പോയിട്ട് പറയുന്നത് ചിലപ്പോൾ വേറെ ആയിരിക്കും, കാരണം വ്യാഖ്യാനം വേറെ ആയിരിക്കും. പേഷ്യൻ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല പേഷ്യൻ്റ് അത് എടുത്തത്, അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല വീട്ടിൽ പോയി പറഞ്ഞത്. സോ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് എ ബിഗ് പ്രോബ്ലം ദേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആശയം മറ്റുള്ളൊരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാവുന്നു. കാരണം സാങ്കേതിക പദങ്ങളുടെ പരിജ്ഞാനം ഇല്ല എല്ലാവർക്കും.
അതെല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതൊരു പേഷ്യൻറ്റിൻ്റെ വശത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ്. പിന്നെ പേഷ്യൻറ്റിൻ്റെ ഭയങ്ങൾ, പേഷ്യൻറ്റിൻ്റെ ആശങ്ക, ആദ്യമായിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എന്തൊക്കെ ആയിരിക്കും എൻ്റെ റിപ്പോർട്ടിൽ കാണാൻ പോകുന്നത് എന്നുള്ള ആശങ്ക, അതൊരു വലിയ വെല്ലുവിളിയാണ്. ആ ആശങ്കയെ തരണം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കാറില്ല. ചിലർ ഈ ആശങ്ക കൂടി കാട് കയറി ചിന്തിച്ച് ഉറക്കം കളഞ്ഞ് മനോരോഗികളായി വരെ മാറുന്ന സ്ഥിതി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് തന്നെ കുറേ വായിക്കും, കുറേ പേരോട് സംസാരിക്കും. ഇവർ ഈ ഭൂമി മലയാളം മുഴുവൻ ഓടി കിടക്കും, പല സ്ഥലങ്ങളിലും പോയി പല എക്സ്പേർട്സിനെയും കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവസാനം ഇങ്ങെത്തൂല. അങ്ങനെ ചില വ്യക്തികളുണ്ട്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ വശത്തുനിന്ന് പ്രമേഹത്തെ നമ്മൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഉണ്ടാകുന്ന വെല്ലുവിളികൾ ഇതൊക്കെയാണ്. ഇനി ഇത് ചികിത്സിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ വശത്തുനിന്ന്, അതായത് എന്നെപ്പോലെയുള്ള ഡോക്ടർമാരുടെ വശത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏകദേശം ഇപ്പോൾ ആദ്യ രോഗികളുടെ വശത്തുനിന്ന് പറഞ്ഞ വെല്ലുവിളികൾ തന്നെയാണ് നമ്മളും ഫേസ് ചെയ്യാറ്. അതായത് ഈ ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ, പ്രമേഹത്തെക്കുറിച്ചുള്ളവർ. പിന്നെ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, പണ്ട്, അതായത് ഏകദേശം 30 വർഷം അല്ലെങ്കിൽ 40 വർഷം മുമ്പ് പ്രമേഹത്തെക്കുറിച്ച് കേട്ടവർക്ക് ഇത് മനസ്സിലാവും. അന്ന് പ്രമേഹം ചികിത്സിക്കാൻ ആകെ 2 അല്ലെങ്കിൽ 3 തരത്തിലുള്ള മരുന്നുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് ഒരു ഡയോണിൽ ഉണ്ടായിരുന്നു, അത് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും ആ പേര്. പിന്നെ ഒരു ഗ്ലൈസിഫേജ് ഉണ്ടായിരുന്നു, അതായത് മെറ്റ്ഫോർമിൻ, ഇന്നത്തെ മെറ്റ്ഫോർമിൻ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇൻസുലിൻ. അതായത് ഗുളികയിൽ ആകെ 2 ടൈപ്പ് ഗുളികകളും പിന്നെ മൂന്നാമത്തേതായിട്ട് ഇത് രണ്ടും ഫലിച്ചില്ലെങ്കിൽ, ഈ 2 ഗുളികകളും ഫലിച്ചില്ലെങ്കിൽ മൂന്നാമത്തേവൻ, അതായത് ഇൻസുലിൻ ഉണ്ടായിരുന്നു ശരണം. ദാറ്റ് വാസ് അറൗണ്ട് 30 years ബാക്ക്. എന്നാൽ 30 വർഷത്തിന് ശേഷം ഈ ഒരു മേഖലയിൽ, വൈദ്യശാസ്ത്ര മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഇൻസുലിൻ്റെ പല ഫോർമുലേഷൻസ് മാത്രം 30 ഉണ്ട്, വിപണിയിലുണ്ട്. 30 പരം ഇൻസുലിൻ്റെ ഫോർമുലേഷൻസ് മാത്രം ലഭ്യമാണ്. അതല്ലാണ്ട് നോൺ ഇൻസുലിൻ ഇൻജെക്റ്റബിൾസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തന്നെ വേറെ വന്നിട്ടുണ്ട്. വളരെ പുതുമയുള്ളൊരു വിഭാഗമാണ്. ഇതിനെക്കുറിച്ച് ഒരു എപ്പിസോഡിൽ കൈകാര്യം ചെയ്തിരുന്നു. GLP-1 അനലോഗ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം മരുന്നുകൾ. ഇൻസുലിൻസ് അല്ല, പക്ഷേ ഇൻജെക്റ്റ് ചെയ്ത് തന്നെ എടുക്കേണ്ടവയാണ്. ഓൾ റൈറ്റ്. അപ്പോൾ ഇൻജെക്റ്റബിൾസ് തന്നെ 2 ടൈപ്പായി. പണ്ട് ആകെ ഒന്നേ ഉണ്ടായിരുന്നില്ല, ഇൻസുലിൻ മാത്രം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇൻസുലിനായി, GLP-1 അനലോഗ്സുമായി. ഗുളികയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ പ്രാന്താവും. അതായത് പണ്ട് ആകെ സൾഫോണിലൂറിയയിൽ ഒരു ഗ്ലൈബൻക്ലമൈഡ്, അതായത് ഡയോണിൽ ഉണ്ടായിരുന്നു. പിന്നെ ബൈഗുവനൈഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ മെറ്റ്ഫോർമിൻ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഇടയ്ക്ക് ഫെൻഫോർമിൻ എന്ന് പറഞ്ഞ വേറൊരു സാധനം ഉണ്ടായിരുന്നു, പക്ഷേ അത് പിന്നീട് നിരോധിക്കുകയും ചെയ്തിരുന്നു. പിന്നെ മെറ്റ്ഫോർമിൻ മാത്രം. അപ്പോൾ ഡയനിൽ അല്ലെങ്കിൽ മെറ്റ്ഫോർമിൻ ആയിരുന്നു ഗുളികകൾ. ഇന്ന് സൾഫോണിലൂറിയാസും ബൈഗുവനൈഡായ മെറ്റ്ഫോർമിൻ ഇപ്പോഴും സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട് കേട്ടോ. പക്ഷെ സൾഫോണിലൂറിയാസിന് കുറേ പുതിയ അംഗങ്ങൾ ചേർന്നു. അതിൽ കാലക്രമേണ ഗ്ലൈമെപ്പറൈഡ് എന്ന് പറഞ്ഞൊരു അംഗം വന്നു. പിന്നെ ഗ്ലൈക്ലാസൈഡ് ഉണ്ട്. അപ്പോൾ 3 എണ്ണമായി. ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് 3 എണ്ണം. പിന്നെ ഗ്ലിപ്പിസൈഡ് എന്ന് പറഞ്ഞ് വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരു സൾഫോണിലൂറിയ. അപ്പോൾ ആ അംഗസംഖ്യ 4 ആയി സൾഫോണിലൂറിയാസിൽ. ബൈഗുവനൈഡ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് 2 എണ്ണമായിരുന്നു, BI. പക്ഷേ അത് പിന്നീട് മെറ്റ്ഫോർമിൻ മാത്രമായിട്ട് ചുരുങ്ങി, അവരെ അംഗസംഖ്യ കുറഞ്ഞു. പക്ഷേ പിന്നീട് കുറേ പുതിയ വിഭാഗങ്ങൾ വന്നു. തൈസോൾഡീൻ ഡയോൺസ് എന്ന് പറഞ്ഞ പയോഗ്ലിറ്റസോൺ, റോസിഗ്ലിറ്റസോൺ, ട്രോഗ്ലിറ്റസോൺ എന്നൊക്കെ പറഞ്ഞ് കുറേ മരുന്നുകൾ വന്നു. അതല്ലാണ്ട് ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് വന്നു. അതായത് AGIs, ദേ ആർ ബോഗ്ലിബോസ്, മിഗ്ലിറ്റോൾ, എക്കാർബോസ് എന്നൊക്കെ പറഞ്ഞ് കുറേ മരുന്നുകൾ ആ കൂട്ടത്തിലുണ്ട്. അതല്ലാണ്ട് SGLT2 ഇൻഹിബിറ്റർ, DPP4 ഇൻഹിബിറ്റേഴ്സ് വന്നു. DPP4 ഇൻഹിബിറ്റേഴ്സ് വൻ സംഭവമാണ്. അതായത് സിറ്റാഗ്ലിപ്റ്റിൻ, ലിനാഗ്ലിപ്റ്റിൻ, അലോഗ്ലിപ്റ്റിൻ, അങ്ങനെ കുറേ ഗ്ലിപ്റ്റിൻ വെച്ച് അവസാനം, ഗ്ലിപ്റ്റിൻ വെച്ച് അവസാനിക്കുന്ന കുറേ മരുന്നുകളുണ്ട് ആ വിഭാഗത്തിൽ. അതല്ലാണ്ട് ഇപ്പോൾ ഏറ്റവും ന്യൂ കിഡ് ഓൺ ദ ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, SGLT2 ഇൻഹിബിറ്റേഴ്സിൽ തുടക്കത്തിൽ ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് 2 ആയി, പിന്നെ 3 ആയി, പിന്നെ 4 ആയി, 5 ആയി. ഇപ്പോൾ ഏതാനും പുതിയ അംഗങ്ങളും കൂടി അതിൽ ചേർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ പുതിയ ഇൻസുലിൻ, ഓറൽ ഇൻസുലിനെ കുറിച്ച് വീണ്ടും വാർത്തകൾ സജീവമായി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓറൽ ഇൻസുലിൻ വന്നു എന്നും അതൊരു വേറൊരു ഡിവൈസ് മുഖേന
ആമാശയത്തിലേക്ക് പോയതിന് ശേഷം ആമാശയത്തിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, അതിൽ ചെന്ന് മുട്ടുകയും പിന്നെ അതിലൂടെ ഇൻസുലിനെ ഇഞ്ചക്ട് ചെയ്യും, ആമാശയത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വിടുകയും ചെയ്യുന്ന വളരെ കൗതുകകരമായിട്ടുള്ള വളരെ പുതുമയുള്ളൊരു രീതിയിൽ അങ്ങനെ പുതിയ പുതിയ ടെക്നോളജി വരുന്നുണ്ട്, പുതിയ പുതിയ മരുന്നുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? കൺഫ്യൂഷൻ കൂടി. ശരിയല്ലേ? പണ്ടാകെ 2-3 പണ്ട് കാറ് വാങ്ങിക്കാൻ ഇറങ്ങിയ ആൾക്കാരെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അന്ന് ആകെ അംബാസഡർ അല്ലെങ്കിൽ പ്രീമിയർ പത്മിനി മാത്രം ഉണ്ടായിരുന്നു, 2 തരത്തിലുള്ള ബ്രാൻഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നൊരു കാറ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയാൽ ഭ്രാന്ത് പിടിക്കും. അതേപോലെയാണ് മരുന്നുകളുടെ, ഡയബറ്റീസിലുള്ള മരുന്നുകളുടെ അവസ്ഥയും. ഇവ തമ്മിലുള്ള പല കോമ്പിനേഷൻസും കൂടി ആകുമ്പോൾ 100-ൽ പരം കോമ്പിനേഷൻസ് ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്, ലഭ്യമാണ്. 100-ൽ പരം കോമ്പിനേഷൻസ്, പല 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 തരത്തിലുള്ള കോമ്പിനേഷൻസാണ്. സൾഫോണിലൂരിയ, ബൈഗുവനൈഡ്, പയോഗ്ലിറ്റസോൺ അല്ലെങ്കിൽ വോഗ്ലിബോസ് കോമ്പിനേഷൻ മാത്രം ചില കമ്പനികൾക്കൊക്കെ 10-20 വെറൈറ്റീസ് ഉണ്ട്. ഇവ മാത്രം. അതല്ലാണ്ട് DPP-4 ഇൻഹിബിറ്റേഴ്സ്, SGLT2 ഇൻഹിബിറ്റേഴ്സ്, AGIs ഇതെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ വലിയൊരു കൺഫ്യൂഷൻ തന്നെ. അതല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത വേറെ പലതും ഉണ്ട് കേട്ടോ. കൊളബസലാം എന്നൊക്കെ പറഞ്ഞ എന്തോ അതൊക്കെ ആ ഒരു ബ്രോമോക്രിപ്റ്റിൻ ഇടയ്ക്ക് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനത്തെ ചില മരുന്നുകളും ഉണ്ട്. അതായത് ബൈൽ ആസിഡ് സിക്വസ്ട്രൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഉച്ചരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ചില മരുന്നുകളൊക്കെ ഉണ്ട്. പ്രമേഹ ചികിത്സയുടെ ഭാഗമാണിത്. ഇതൊക്കെ അപ്രൂവ്ഡ് മെഡിസിൻസ് ആണ്, അല്ലാണ്ട് കേൾവിയുടെ പുറത്ത് പറയുന്നവയല്ല. ഇതൊക്കെ ഗൈഡ് ലൈൻസിൽ, അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള, സൂചിപ്പിച്ചിട്ടുള്ള മരുന്നുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അത്രയും കൺഫ്യൂഷൻ കൂടി ഡോക്ടർമാർക്കും. ഒരു പേഷ്യൻറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇതിൽ നിന്ന് ഏത് എന്ന് തിരഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ എഫിക്കസി മാത്രം അല്ല ഒരു മാനദണ്ഡം. എഫിക്കസി, അതായത് ആ മരുന്ന് ഫലിക്കുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാളുപരി ആ മരുന്ന് ലഭിക്കുന്ന വ്യക്തിക്ക്, ആ മരുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അത് കാരണം ദോഷം വരാൻ പാടില്ല എന്നുള്ളതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വം. ഡു നോ ഹാം എന്നുള്ളതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം. ഡു ഗുഡ് എന്നാരും പറയുന്നില്ല, ഡു നോ ഹാം എന്നേ പറയുന്നുള്ളൂ. അതായത് നന്മ ചെയ്തില്ലെങ്കിലും തിന്മ ചെയ്യരുത്. അതിനാൽ ഞാൻ എഴുതി കൊടുക്കുന്ന ഒരു മരുന്ന് ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടിന് ഇടവരുത്തരുത്. അപ്പോൾ സേഫ്റ്റിയാണ് ഫസ്റ്റ് ആൻഡ് ഓവർ റൈഡിങ് ഇമ്പോർട്ടൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം, ഏത് രോഗിക്ക് ഏത് മരുന്ന് എഴുതണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സുരക്ഷ. ആ വ്യക്തിക്ക് ആ മരുന്ന് സുരക്ഷിതമാണോ എന്നുള്ളതാണ്. കാരണം ഒരു ഡോക്ടറും, ഞാൻ പറയുന്നു, ഒരു ഡോക്ടറും ഈ ഭൂമിയിൽ മനഃപൂർവ്വം ഒരു രോഗിയെ ദോഷം വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുത്താനോ ശ്രമിക്കില്ല. അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യില്ല. എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ അറിയാതെ അപ്പോഴും ചില കൈപ്പിഴവുകൾ വന്നു പോകാറുണ്ട്. കാരണം നമ്മൾ ഡോക്ടർമാരും മനുഷ്യരാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ ഇത്രയും പറഞ്ഞ് അടുത്ത വിഭാഗത്തിലേക്ക് കടക്കാം. അതായത് മരുന്നുകളുടെ ബാഹുല്യം, മരുന്നുകളുടെ റേഞ്ച്, ഇന്ന് കിട്ടുന്ന മരുന്നുകളുടെ റേഞ്ച് ഡോക്ടർമാർക്കും വലിയൊരു വെല്ലുവിളിയായി മാറുന്നുണ്ട് പ്രമേഹത്തിൽ. പിന്നെ മൂന്നാമത്തെ വിഷയം, പ്രമേഹത്തിനെക്കുറിച്ച് നമ്മുടെ അറിവ് കൂടി വരുന്നതോടെ കൺഫ്യൂഷനും കൂടി വരുന്നു. അതായത് ചില ചോദ്യങ്ങൾക്ക്, അടിസ്ഥാന ചോദ്യങ്ങൾക്ക് പോലും നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാറില്ല. ആണല്ലോ, ചന്ദ്രനിലേക്ക് നോക്കുന്ന ആൾക്ക് സ്വന്തം കാലിൻ്റെ അടിയിൽ കിടക്കുന്ന കല്ല് ചിലപ്പോൾ കാണാൻ സാധിച്ചില്ലെന്ന് വരാം, ചന്ദ്രനിലേക്ക് ടെലിസ്കോപ്പ് വെച്ച് നോക്കുന്നവന്. ശരിയല്ലേ? അങ്ങനെയല്ലേ പലപ്പോഴും സംഭവിക്കാറ്. ആലോചിച്ച് നോക്കൂ. അതുതന്നെ ഇവിടെയും നമ്മൾ വളരെ ദൂരെയുള്ള അല്ലെങ്കിൽ വളരെ ലോങ് ടേം കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഒത്തിരി ചിന്തിച്ച് കഴിയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ ഉത്തരം കണ്ടെത്താൻ സാധിച്ചെന്ന് വരില്ല. ഉദാഹരണം, ഹൗ എക്സാക്ട്ലി ഡസ് മെറ്റ്ഫോർമിൻ വർക്ക്? മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഔഷധം, ടൈപ്പ് 2 ഡയബറ്റീസിന് ഉപയോഗിച്ചുകൊണ്ടുവന്ന ആ മരുന്ന്, ആ ഒരു രാസപദാർത്ഥം കൃത്യമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ദാറ്റ് ഈസ് എ ഫാക്ട്.
മെറ്റ്ഫോർമിൻ്റെ കൃത്യമായ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ സാധിക്കില്ല. അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കുറേയൊക്കെ അറിയാം എന്നൊരു ധാരണയുണ്ട്. എന്നാലും ചിലപ്പോഴൊക്കെ പുതിയ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട് കേട്ടോ. മെറ്റ്ഫോർമിന് ഇങ്ങനത്തെ ഒരു ഗുണം കൂടിയുണ്ട്, അങ്ങനത്തെ ഒരു ഗുണം കൂടിയുണ്ടെന്ന്, അങ്ങനത്തെ ഒരു ഗുണം കൂടി ഉണ്ടോ എന്നൊക്കെ നമ്മൾ തന്നെ വിചാരിക്കും. ഇതൊന്നും തീർന്നില്ല, ഇനിയും വരാനുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അതിശയം തോന്നും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള പല ചോദ്യങ്ങളും നമുക്ക് ഉത്തരം കിട്ടാറില്ല. ഇപ്പോൾ ചില ടൈപ്പ് 1 ഡയബറ്റിക്സിൻ്റെ അച്ഛനമ്മമാരെന്നോട് ചോദിക്കാറുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇല്ലേ ഈ പ്രമേഹം, എൻ്റെ മോൾക്ക് എന്തുകൊണ്ട് വന്നു? അപ്പോൾ ഞാൻ പറയും അത് ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണെന്ന്. ഓക്കെ, എന്തുകൊണ്ട് എൻ്റെ മോൾക്ക് മാത്രം ഓട്ടോ ഇമ്മ്യൂണിറ്റി വന്നു? അവൾ ജനിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവൾക്ക്. ഇത് ഇന്ന് രാവിലെയും ഒരു 16 വയസ്സുകാരി വന്നിട്ടുണ്ടായിരുന്നു ടൈപ്പ് 1 ഡയബറ്റീസ് ആയിട്ട്. അതിൻ്റെ അച്ഛനും അമ്മയും എന്നോട് ചോദിച്ച ചോദ്യമാണത്. അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു ഗർഭാവസ്ഥയിൽ. അപ്പോൾ ഈ കുഞ്ഞും 8 വയസ്സ് വരെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് വളർന്നു വന്ന ഒരു സാധാരണ കുട്ടി, 8 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല. ഒരു സുപ്രഭാതത്തിൽ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ കുറേ മൂത്രം പോയി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് തിരിച്ചറിഞ്ഞു. അന്ന് മുതൽ ഇപ്പോൾ 16 വയസ്സുണ്ട്, 8 വർഷമായിട്ട് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുക. ദിവസേന 4 ഷോട്ട് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ ചോദ്യം വളരെ ലളിതമായിരുന്നു. ഏതൊരു അച്ഛനും അമ്മയ്ക്കും ചോദിക്കാൻ തോന്നുന്ന ചോദ്യം തന്നെയാണ് അവരും ചോദിച്ചത്. എന്തുകൊണ്ട് എൻ്റെ മോൾക്ക് ഇത് സംഭവിച്ചു? അപ്പോൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് നമുക്ക് വളരെ ലാഘവത്തോടെ പറയാം. എന്തുകൊണ്ട് എൻ്റെ മോൾക്ക് മാത്രം ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി വന്നു? ചുറ്റും എത്രയോ വേറെ കുട്ടികളുണ്ടല്ലോ. എൻ്റെ സഹോദരൻ്റെ കുട്ടികളുണ്ട്, എൻ്റെ സഹോദരിയുടെ കുട്ടികളുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുടെ കുട്ടികളുണ്ട്. അവരെല്ലാവരും അവിടെ തന്നെ ജനിച്ച് വളർന്നവർ. അവർക്കൊന്നും വരാത്ത ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിന് വന്നു? ഉത്തരവില്ല. അപ്പോൾ ഇതേപോലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് പ്രമേഹ രോഗ ചികിത്സയിൽ നമ്മൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളി. പിന്നെ പേഷ്യൻറ്റിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട്. അതിന് പല തലങ്ങളുമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ഓരോ പേഷ്യൻറ്റും നമ്മളോട് വരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ പ്രത്യേകതകളുമായുള്ള ഒരു മനസ്ഥിതിയോടെയാണ്. അവരുടെ മുൻവിധികൾ, അവർ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അവരുടെ സംസ്കാരവും അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും ഇവയെല്ലാം അതിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒറ്റ ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ എനിക്ക് മാറ്റിയെടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം ഞാൻ പേഷ്യൻറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ. ഇപ്പോൾ ഇൻസുലിൻ വേണ്ടി വരും എന്നൊരു പേഷ്യൻറ്റിനോട് പറയുമ്പോൾ തന്നെ ആദ്യം അവരത് ഡിനൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് റിഫ്യൂസ് ചെയ്യാനായിരിക്കും അവരുടെ റിയാക്ഷൻ. ശരിയല്ലേ? ഒരു പേഷ്യൻറ്റും എന്നാൽ എനിക്ക് ഇൻസുലിൻ തരൂ എന്ന് പറഞ്ഞ് വരാറില്ല. വളരെ വിരളം മാത്രം അങ്ങനെ സംഭവിക്കാറുള്ളൂ. വർഷത്തിൽ ഒരു പേഷ്യൻ്റ് ആരെങ്കിലും വന്നാലായി എനിക്ക് ഇൻസുലിൻ വേണമെന്ന് പറയുന്നത്. പലപ്പോഴും ഇൻസുലിൻ എന്ന് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ ഒരു പേഷ്യൻറ്റിനോട് പറയുമ്പോൾ പേഷ്യൻറ്റിന് ഭയങ്കര ഭയവും ആശങ്കയുമാണ് തോന്നാറ്. അത് സ്വാഭാവികം. ബിക്കോസ് ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ഒരു എൻഡ് സ്റ്റേജ് എന്നുള്ളൊരു ധാരണയുണ്ട്. ഇൻസുലിൻ എടുക്കുന്നത് വേറെ ഒന്നും ഫലിക്കാതെ വരുന്ന ഘട്ടത്തിലാണ് എന്ന് പൊതുവെ ധാരണയുണ്ട്. തെറ്റാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് സ്ഥിരമായിട്ട് കാണുന്ന നിങ്ങൾക്ക് അത് ബോധ്യമായി കാണും. അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. ഇൻസുലിൻ ഇൻഫാക്ട് ആദ്യ ഘട്ടങ്ങളിൽ തന്നെ തുടങ്ങേണ്ട ഒരു വസ്തുവാണ്. മരുന്നെന്ന് ഞാൻ പറയില്ല, അതൊരു ഹോർമോണാണ്. നിങ്ങളുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഇൻസുലിൻ ആരംഭഘട്ടത്തിൽ തന്നെ തുടങ്ങുമ്പോൾ അതിന് പല ഗുണങ്ങളും ഉണ്ടെന്നുള്ളത് നമുക്കിന്നറിയാം. ഏർലി ഇനീഷ്യേഷൻ ഓഫ് ഇൻസുലിൻ ഈസ് ബെനിഫിഷ്യൽ. പക്ഷേ ബഹുഭൂരിപക്ഷം പേഷ്യൻസിനും അത് ഇൻസുലിൻ ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു വലിയ വെല്ലുവിളിയാണ്. അവിടെ നമ്മൾ പേഷ്യൻറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാനിവിടെ എൻ്റെ ശൂരത്വം കാണിക്കാൻ വേണ്ടി അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേര് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അതെടുത്ത് കളയും. അങ്ങേർക്ക് ഗുണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അങ്ങേരത് 2 കൈ നീട്ടി സ്വീകരിക്കണം. വേണ്ടേ? മനസ്സുകൊണ്ട് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കാൻ സാഹചര്യം ഉണ്ടാകുന്ന എപ്പോഴാണ്? അങ്ങേർക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യം വരുമ്പോൾ, അങ്ങേർക്ക് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് തൃപ്തി വരുമ്പോൾ. അത് വേദനിപ്പിക്കില്ല, അത് വേറെ ദോഷമൊന്നും ചെയ്യൂല, എൻ്റെ ഗുണത്തിന് വേണ്ടിയാണോ ഡോക്ടർ പറയുന്നത് എന്ന് അങ്ങേർക്ക് ബോധ്യമായി കഴിയുമ്പോൾ ഇനി ഞാൻ അങ്ങേരെ ചെവിക്ക് പിടിച്ചില്ലെങ്കിൽ പോലും അങ്ങേര് ഇൻസുലിൻ കുത്തിവെപ്പ് സ്വയം എടുത്തോളൂ. എത്തേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല ഭീഷണിപ്പെടുത്തിയിട്ട് ഒന്നും ചെയ്യിക്കാൻ നമുക്ക് സാധിക്കില്ല, ശാശ്വതമായി ചെയ്യിക്കാൻ സാധിക്കില്ല. ഇവിടെയാണ് ബോധവൽക്കരണത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. അതാണ് ഈ ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും. അപ്പോൾ ഈ ചാനൽ കാണുന്ന നിങ്ങളെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കാരോടും ഇതിനെക്കുറിച്ച് പറയുക.
ഇതൊരിക്കലും ഒരു പരസ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കൂടുതൽ രോഗികൾ ഉണ്ടാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ കൂടുതൽ രോഗികളെ ഇതിലേക്ക് വരുത്താനോ ഉള്ള പരിപാടിയൊന്നുമല്ല. വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് അവയർനെസ് ഉണ്ടായാൽ നിങ്ങൾക്ക് അത് സ്വയം ബോധ്യമാവും. ആരും നിങ്ങളെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഞാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ മകളോ ആരും നിങ്ങളെ നിർബന്ധിക്കേണ്ടി വരില്ല. നിങ്ങൾ സ്വയം ചികിത്സ തേടി അതാത് സ്ഥലത്തേക്ക് ചെന്നോളും. കാരണം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇനി അവസാനം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ എല്ലാ എപ്പിസോഡിലും ഇത് പറയാൻ ശ്രമിക്കാറുണ്ട്. അതായത് നമ്മുടെ കാഴ്ചപ്പാടുകളിലാണ് ഏറ്റവും വലിയ മാറ്റം വരുന്നത്. ആ മാറ്റം വന്നാൽ മാത്രമേ പ്രമേഹ രോഗത്തിൻ്റെ ഈ ഒരു ബാഹുല്യം, ഈ പ്രമേഹ രോഗത്തിൻ്റെ ഈ ഒരു എപ്പിഡമിക് ഒരു പകർച്ചവ്യാധി പോലെ പടരുന്ന ഒരവസ്ഥയിലേക്കാണ് പ്രമേഹം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലർ ഡോക്ടർമാരെ കുറ്റം പറയാറുണ്ട്, ആശുപത്രികളെ കുറ്റം പറയാറുണ്ട്, അലോപ്പതിയെ കുറ്റം പറയാറുണ്ട്, അമേരിക്കയെ കുറ്റം പറയാറുണ്ട്, എല്ലാവരെയും കുറ്റം പറയും. സ്വയം എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കാറില്ല. ഇപ്പോൾ എന്നോട് സൈഡ് ഇഫക്റ്റിനെ കുറിച്ച് ചോദിക്കുന്ന പോലെ ഇന്നലെ ഒരു പേഷ്യൻ്റ് എന്നോട് ചോദിച്ചായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 45 വർഷമായി സ്ഥിരം മദ്യപിക്കുന്ന വ്യക്തിയാണ്. സ്ഥിരമായിട്ട് ദിവസേന 1-2 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാണ്. എന്നെ കണ്ടിട്ട് ആകെ ഒരാഴ്ച ആയുള്ളൂ. ഒരാഴ്ച മുമ്പാണ് എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നത്. ഇന്നലെ അദ്ദേഹം എന്നെ വിളിച്ചു ചോദിക്കുക, ഡോക്ടർ ഇത് ഈ മരുന്നൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എന്ത് വിഷമമായി? എനിക്ക് മരുന്നൊന്നും താങ്ങാൻ പറ്റില്ല, മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആണെന്ന്. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ മദ്യപിക്കുന്നുണ്ട്, നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ പേഷ്യൻസും ഒരു കാഴ്ചപ്പാട് മാറ്റത്തിന് തയ്യാറാവണം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ എങ്ങനെ നയിക്കുന്നു എന്നുള്ളത് ഞാനല്ല തീരുമാനിക്കുന്നത്, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ജീവിതം എങ്ങനെ നിങ്ങൾ നയിക്കുന്നു എന്നുള്ള എന്നെക്കാളും നല്ലപോലെ നിങ്ങൾക്കറിയാം, ആണല്ലോ. അപ്പോൾ അത് വ്യക്തമായിട്ടും കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും എന്നോട് പറയാനും അതിൽ മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ അവ പ്രാവർത്തികമാക്കാനും നിങ്ങളും തയ്യാറാവണം. എല്ലാം ഡോക്ടറുടെയോ അല്ലെങ്കിൽ മരുന്നിൻ്റെയോ ആശുപത്രിയുടെയോ തലയിൽ കെട്ടിവെക്കുന്നത് ഒട്ടും നല്ലൊരു സമീപനമല്ല. അവനവൻ്റെ രോഗത്തിനെക്കുറിച്ച് അവനവൻ ഉത്തരവാദിത്വം എടുത്തേ പറ്റൂ. യു ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദറ്റ്. അതിന് നിങ്ങളെ തയ്യാറാക്കാൻ വേണ്ടി, നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനലിൽ ബുദ്ധിമുട്ടി ഓരോ ടോപ്പിക്സ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ യു ക്യാൻ ടേക്ക് ചാർജ്. എപ്പോഴാണ് ഈ എംപവർമെൻറ്റ് ശാക്തീകരണം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ചാനലിൻ്റെ സ്ഥിരമായ പ്രേക്ഷകരാണ് യഥാർത്ഥത്തിൽ ശാക്തീകരിക്കപ്പെട്ട യഥാർത്ഥ വ്യക്തികൾ ഈ ചാനൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ട് ഇതിനെക്കുറിച്ച്. ഏറ്റവും പുതിയ അറിവ് ആണ് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചിട്ടുള്ളത്. ഒന്നും മറച്ചു വയ്ക്കാതെ തന്നെ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. ആ ശാക്തീകരണമാണ് നിങ്ങളുടെ ശക്തി. ആ ശാക്തീകരണമാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ദിശാസൂചിക. നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്ന ദിശ അത് വിജയത്തിലേക്കായിരിക്കും. പ്രമേഹത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പ്രമേഹത്തിനെ തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും പ്രമേഹത്തിനെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. നമ്മൾ പറയുന്ന പോലെ പ്രമേഹത്തിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം, അല്ലാണ്ട് മറിച്ചല്ല. പ്രമേഹം പറയുന്ന പോലെ നമ്മുടെ ജീവിതം പോകണം എന്നല്ല വേണ്ടത്. നമ്മൾ എവിടെ തീരുമാനിക്കുന്നു ആ രീതിയിൽ പ്രമേഹത്തെ നിർത്താൻ നമുക്ക് സാധിക്കണം. അതിന് വേണ്ടത് അതിനെക്കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. ഈ വെല്ലുവിളികൾ നിങ്ങളോടൊപ്പം പങ്കുവെച്ചത് ഒരു മനുഷ്യനെന്ന നിലയ്ക്കാണ്, അല്ലാണ്ട് ഒരു ഡോക്ടറും പേഷ്യൻറ്റും എന്നുള്ള നിലയ്ക്കല്ല. ഇത് ചികിത്സിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഞാനും ചികിത്സിക്കപ്പെടുന്ന കുറേ വ്യക്തികളായ നിങ്ങളും നമ്മളിതിനെങ്ങനെ കാണുന്നു, ഈ വെല്ലുവിളികളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടോ, ഈ വെല്ലുവിളികൾ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഈ ഒരു എപ്പിസോഡ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി നിങ്ങളുടെ വിലയേറിയ കമൻസ് ഇടുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ വിമർശനങ്ങളും നമ്മളെ അറിയിക്കാം. എത്ര വിമർശനങ്ങളും നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ചെറിയ അപേക്ഷ, ഭാഷ ചിലവർ വളരെ മോശമായ രീതിയിലാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ ഞാൻ എന്താ പറഞ്ഞത്. ആ തരത്തിലുള്ള ഭാഷ ഏതായാലും വേണ്ട. ദൈവത്തോർത്ത് അങ്ങനത്തെ ഭാഷ ഇവിടെ പ്രയോഗിക്കരുത്. വളരെ മാന്യമായ രീതിയിൽ നിങ്ങളോട് ഞാനും എന്നോട് നിങ്ങളും പെരുമാറണം എന്നാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി
നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക. അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. കൂടെ ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം.